വീണ്ടും നമ്മൾ ഫരീജിലേക്ക് വന്നിട്ടുണ്ട് ഫിറോസ് ഖാനും സലൂനെ കാണാൻ. നമ്മളെ കൂടെ പുതിയൊരു അതിഥി കൂടിയുണ്ട്. ഈ കമന്റിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ കൂടെ തോമസും ഉണ്ട് ഈ പ്രാവശ്യം. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ അഫോർഡബിൾ ആണോ എന്നുള്ളത്. അതിനുള്ള മറുപടിയുമാണ് ഈ വീഡിയോ. കുവൈത്തിലുള്ള എല്ലാവർക്കും അറിയാം ഫരീജ് ഹോട്ടലിനെ പറ്റിയിട്ട്. ഫുഡിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഈ മെനു കാർഡ് നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇപ്രാവശ്യം നമ്മൾ 4 പേരാണ് പോയിട്ടുള്ളത്. തോമസ് ഉണ്ട്, അജ്നാസ് ഉണ്ട്, ജസീർ ഉണ്ട്, പിന്നെ ഞാനും. 4 പേര് പോയി കഴിഞ്ഞാൽ ലാവിഷായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. അൽഫാമും ഉണ്ട്, 2 പ്ലേറ്റ് റൈസും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ജഹ്റയിലോ അല്ലെങ്കിൽ കുവൈത്തിലോ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഫരീജ് കയറി ഫുഡ് കഴിച്ച ആളാണ് എങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഫരീജ് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. പോകുമ്പോൾ ഒരു 4 ആളൊക്കെ ഉണ്ട് എങ്കിൽ ലാവിഷായിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. കുവൈത്തിൽ നിങ്ങൾ കഴിച്ച ഏറ്റവും നല്ല ടേസ്റ്റുള്ള അൽഫാം ഏത് ഷോപ്പിൽ തന്നെ എന്നുള്ളത് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നേരത്തേക്ക് അവിടെ ഗാവയുടെ ഒരു സ്പോട്ട് ഉണ്ട്. അവിടുന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഗാവൊക്കെ കുടിക്കുക, എന്നിട്ട് നേരെ പുറത്തിറങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോമസും ജസീറും കുറച്ച് നേരം സംസാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.